മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ വേർതിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത്. അതായത് നീ കൊള്ളാം, നീ മുന്നോട്ട് പൊയ്ക്കോളൂ എന്നോ നീ കൊള്ളില്ല, മാറി നിൽക്കൂ എന്നോ പറയാതെ തന്നെ ഒരു കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം ഇപ്പൊ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിങ്ങിന്റെ, അതായത് നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും ഒരേ സ്കെയിൽ കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ശരിയായ ഒരു രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എല്ലാവരും എത്തിപ്പെടേണ്ടത് ഒരേ ഗോളിലല്ല, ഒരേ ലക്ഷ്യസ്ഥാനത്തല്ല എന്ന് മനസ്സിലാക്കുകയും കുട്ടികൾക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ സിസ്റ്റം രൂപപ്പെടുത്തുന്നതിനായിട്ട് പ്രൈമറി ലെവലിലെങ്കിലും രൂപപ്പെടുത്തുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് അപ്രാപ്യമായിട്ടുള്ള, നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ് എന്ന്. എന്നാൽ ടെക്നോളജി ഇത്രയും വളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇൻഡിവിജ്വലൈസ്ഡ് അസസ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പ്രോഗ്രസീവ് സ്കൂളുകൾ, പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന സൊസൈറ്റികൾ, കമ്മ്യൂണിറ്റികൾ മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിങ്ങിലേക്ക് ഒരു 10 വയസ്സ് 11 വയസ്സിന് ശേഷം അവർ വരുന്ന ഒരു രീതി ഉണ്ടാവുകയാണ് എങ്കിൽ ഒരുപക്ഷെ കുട്ടിക്ക് ചെറുപ്പകാലം, ഒന്ന് അവൻ്റെ ചെറുപ്പ കാലഘട്ടം സന്തോഷകരമായിട്ട് ജീവിക്കാൻ, രണ്ട് ചെറുപ്പത്തിൽ തന്നെ അവനവൻ്റെ ഏരിയ അഭിരുചികൾ കണ്ടെത്താനും അതിൽ അസസ് ആവപ്പെടാനുമുള്ള, അതിൽ എക്സാമിനേഷൻസ് അണ്ടർടേക്ക് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം കിട്ടും. ഇത് ഒരുപക്ഷെ വലിയ കോൺഫിഡൻസ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീടുള്ള പഠനത്തിന്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, സ്കൂൾ കാലഘട്ടങ്ങളിൽ കഷ്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു കയറിയോ അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്കോടെയോ ഒക്കെ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ചിലപ്പം മറ്റൊരു മേഖലയിലേക്ക് മാറുകയും വളരെ നന്നായിട്ട് ശോഭിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഒരു നല്ല ഉദാഹരണമാണ്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ആരാധിക്കുന്ന എത്ര പേര് സ്കൂൾ കാലഘട്ടങ്ങളിൽ അവരുടെ മാത്തിലോ ഫിസിക്സിലോ സയൻസിലോ ഇംഗ്ലീഷിലോ ഒക്കെ വലിയ മാർക്ക് മേടിച്ചിട്ടുള്ള ആൾക്കാരാവാം. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ എല്ലാ ഇൻഡസ്ട്രികളും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മാർക്ക് ബേസ്ഡ് ആയിട്ട് കുട്ടികളെ തരം തിരിക്കുന്നതിന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാലമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?